വണ്ടിക്കുള്ളിൽ ഒരിക്കലും ഉറങ്ങരുത്, അല്ലെങ്കിൽ വണ്ടിക്കുള്ളിൽ അത് വിശ്വസിച്ച് ഏറെ നേരം വിശ്രമിക്കരുത്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്തായിരിക്കാം വണ്ടിക്കുള്ളിൽ നിന്ന് വിഷപ്പുക ശ്വസിക്കുന്നത്. തിരിച്ചിറങ്ങാൻ പോലും സാധിക്കില്ല, ഉറങ്ങുന്നതിനിടയിൽ അറിയില്ല. ഇത്തരത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിനു മുൻപുണ്ടായപ്പോഴും പലരും ഇതുപോലെ തന്നെ വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ്. മറ്റൊരു സംഭവമാണ് ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. കോഴിക്കോടാണ് ഈ സംഭവം ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത്. വടകര കരിമ്പനപാലത്ത് റോഡിനരികിൽ നിർത്തിയിട്ട കാരവാനിൽ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. വിഷപ്പുക ശ്വസിച്ചെന്നാണ് സൂചനയിൽ തന്നെ വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. AC-യിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് ആകാം മരണകാരണമെന്നാണ് ആദ്യ നിഗമനത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതിനെക്കുറിച്ചുള്ള അന്വേഷണമൊക്കെ തന്നെയും ഇപ്പോൾ രംഗത്ത് വരികയാണ്. കാർബൺ മോണോക്സൈഡ് സാന്നിധ്യമാകും മരണകാരണമെന്നാണ് വിലയിരുത്തൽ. എല്ലാ സാധ്യതകളും പോലീസ് സംശയിക്കുന്നുണ്ട്. AC ഇട്ട് ഉറങ്ങിയപ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് കാർബൺ മോണോക്സൈഡ് നിറഞ്ഞ് അത് ശ്വസിച്ചതാകാം എന്ന് പറയുന്നു. മരണത്തിനിടയാക്കിയതാണ് സംശയം. എല്ലാ സാധ്യതകളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മലപ്പുറം എടപ്പാളിലെ ലൈഫ് ലൈൻ ഹോസ്പിറ്റാലിറ്റി കമ്പനിയിലെ ജീവനക്കാരായ മനോജ്, ജോയൽ എന്നിവരാണ് മരിച്ചത്. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശിയാണ് മനോജ്. ജോയൽ കണ്ണൂർ പറശ്ശേരി സ്വദേശിയും. കുന്നംകുളത്തുകാരായ ഒരു കുടുംബത്തെ ഞായറാഴ്ച ഒരു കല്യാണത്തിന് പങ്കെടുക്കുന്നതായി തന്നെ കാരവാനിൽ കണ്ണൂരിലെത്തിച്ചിരുന്നു. ശേഷം അന്ന് രാത്രി തിരിക്കുകയും ചെയ്തു. 12:30-യോടെയാണ് കരിമ്പനപാലത്ത് റോഡിനരികിൽ വാഹനം നിർത്തിയിട്ടത്. തിങ്കളാഴ്ച ഉച്ചയോടെ വാഹനം മലപ്പുറം എത്തേണ്ടതായിരുന്നു. കാരവാൻ എത്താത്തതിനെ തുടർന്ന് കമ്പനി നടത്തിയ അന്വേഷണത്തിലാണ് കരിമ്പനപാലത്ത് വെച്ച് ഈ അപകടം എല്ലാവരും കണ്ടതും അറിഞ്ഞതും. GPS-ന്റെ സഹായത്തോടെയായിരുന്നു ഇത് ആദ്യം തിരിച്ചറിഞ്ഞത്. പിന്നാലെയാണ് വണ്ടിയുടെ ലൊക്കേഷനൊക്കെ കണ്ടെത്തുകയും അവിടെ ആളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. പിന്നാലെ പ്രദേശവാസികളിൽ ഒരാളെ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് 2 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത്. കാരവാന്റെ പുറകിലായി പുതച്ച നിലയിലായിരുന്നു ജോയലിന്റെ മൃതദേഹം. കാരവാനിൽ വാതിലിനോട് ചേർത്തായിരുന്നു മനോജിന്റെ മൃതദേഹം കിടന്നിരുന്നത്. മനോജിന്റെ കയ്യിൽ വണ്ടിയുടെ താക്കോലുണ്ടായിരുന്നു. രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരണപ്പെട്ടതാകാമെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. ദേശീയപാതയിൽ കരിമ്പനപാലത്ത് KTDC റെസ്റ്റോറന്റിലേക്ക് പോകുന്ന വഴിയുടെ തുടക്കത്തിൽ തന്നെയാണ് വണ്ടി നിർത്തിയിട്ടിരുന്നത്. വിശ്രമിക്കാൻ വേണ്ടി വാഹനം നിർത്തിയിട്ടതാണ് എന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനത്തിൽ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതിനെ ചുറ്റിപ്പറ്റി തന്നെ നിരവധി കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമിക നിഗമനത്തിലും അല്ലെങ്കിൽ മറ്റൊരാൾക്കും ഇതിന്റെ പേരിൽ സംശയമില്ല എന്ന് പറയുന്നതാണ് യഥാർത്ഥ വശം. ഇതിനെ തുടർന്നുള്ള വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ടെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ ഉടൻ തന്നെ തിരിച്ചറിയാനും സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.